മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ ഓഫീസുകളിലെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വം കർശനമായ പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. നേതൃത്വത്തിന്റെ പൂർണ്ണമായ അറിവോടെയും അംഗീകാരത്തോടെയും കൂടിയല്ലാതെ മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം യാതൊരു നിയമനവും നടത്തരുതെന്നാണ് ലീഗ് ഉന്നതാധികാര സമിതിയുടെ കർശന നിർദ്ദേശം. മന്ത്രിമാരുടെ ഓഫീസുകളുടെ പ്രവർത്തനം സുതാര്യമാക്കാനും അർഹരായ പാർട്ടി പ്രവർത്തകർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാനുമാണ് ഈ പുതിയ നീക്കം. ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പദവികളിലേക്ക് വൻതോതിൽ അപേക്ഷകൾ പ്രവഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭരണം കൂടുതൽ സുതാര്യമാക്കാനും പാർട്ടി നിയന്ത്രണം ശക്തമാക്കാനും ലീഗ് ഉന്നതാധികാര സമിതി ഈ നിർണായക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. മന്ത്രിമാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തന പരിചയത്തിന് മുൻഗണന നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. പേഴ്സണൽ സ്റ്റാഫ് അംഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ ഔദ്യോഗികമായ അംഗീകാര പത്രം നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട്. ഇത്തരം അംഗീകാര പത്രങ്ങളില്ലാതെ ഒരൊറ്റ വ്യക്തിയെയും മന്ത്രിമാർ തങ്ങളുടെ സ്റ്റാഫിലേക്ക് പരിഗണിക്കരുതെന്ന നേതൃത്വം കടുത്ത ഭാഷയിൽ ഓർപ്പിക്കുന്നു. അർഹമായ സാധാരണ പാർട്ടി പ്രവർത്തകരെ മാറ്റി നിർത്തി മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം നിയമനങ്ങൾ നടത്തുന്നത് തടയാൻ ഇതിലൂടെ സാധിക്കും. നിയമന പ്രക്രിയ കൂടുതൽ കൃത്യതയുള്ളതാക്കാൻ ഉന്നത നേതാക്കളടങ്ങുന്ന പ്രത്യേക സമിതിയെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനുള്ള കർശനമായ മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനും വരുന്ന അപേക്ഷകൾ വിശദമായി പരിശോധിക്കാനുമാണ് PMA സലാമിനെയും പാണക്കാട് റഷീദ് അലി തങ്ങളെയും പാർട്ടി പ്രത്യേകമായി നിയോഗിച്ചത്. ഇവരുടെ നേതൃത്വത്തിലുള്ള സമിതി അംഗീകരിക്കുന്ന പട്ടികയ്ക്ക് മാത്രമേ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഇടം ലഭിക്കൂ. ഭരണ സംവിധാനത്തിലെ ഡെപ്യൂട്ടേഷൻ തസ്തികകളിലേക്കും പാർട്ടിയുടെ പോഷക സംഘടനകളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ലീഗ് ഉറപ്പുവരുത്തുന്നു.